അക്രമങ്ങൾ കണ്ട് കണ്ണ് നിറഞ്ഞുപോയ ദൈനംദിന വാർത്താമാധ്യമങ്ങളിൽ സുപ്രധാന തലക്കെട്ടുകൾ മുഴുവനും കൊലപാതകത്തിൻ്റെ, വൈരാഗ്യത്തിൻ്റെ ചുവന്ന അടയാളപ്പെടുത്തലുകൾ പ്രാണതുടിപ്പിനെ നിശ്ചലമാക്കിയ കൊടും ക്രൂരതയുടെ വിളനിലമാകുന്ന ആധുനിക ലോകത്ത് നിങ്ങൾ വൈരാഗ്യങ്ങൾ വെടിയണേ, നിങ്ങൾ അനുകമ്പയുള്ളവരാകണം, നിങ്ങൾ സ്നേഹത്തിൻ്റെ പ്രതീകങ്ങളാകണം, അല്ലെങ്കിൽ അന്ത്യദിനത്തിൽ ഇരുട്ട് മൂടിക്കിടക്കുമെന്ന് പഠിപ്പിച്ച പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ അതരമൊഴികളിലൂടെ പറഞ്ഞു തന്ന വർത്തമാനമുണ്ട്. ലാ തുദ്ഹിരിശ് ശമാതത ലി അഖീക ഫയർഹമുഹുല്ലാഹു വയബ്തലീക. നിന്റെ സഹോദരൻ്റെ കഷ്ടപ്പാടിൽ നീ എങ്ങാനും സന്തോഷം പ്രകടിപ്പിച്ചാൽ, നിന്റെ സഹോദരൻ കഷ്ടപ്പെടുമ്പോൾ അത് കണ്ട് നീ സന്തോഷിക്കാൻ നിന്നാൽ, അപ്രകാരമെങ്ങാനും നീ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു അവന് കരുണ ചെയ്യുകയും അതിന് പകരമായി നിന്നെ അള്ളാഹു പരീക്ഷിക്കുകയും ചെയ്യുമെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ആരുടെയും കഷ്ടപ്പാടുകൾ കണ്ട് സന്തോഷിക്കാൻ നിൽക്കാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ നമ്മൾ പ്രയോജനപ്പെടുത്തി നമ്മൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകാതെ, മറ്റുള്ളവർക്ക് ഉപദ്രവമാകാതെ ജീവിക്കുക. എന്തിൻ്റെ പേരിലായിരിക്കും നമ്മൾ മറ്റുള്ളവരുടെ കഷ്ടപ്പാട് കണ്ട് ചിരിക്കുന്നത്? ഒരുപക്ഷെ അവൻ മുന്നൊരിക്കൽ എപ്പോഴോ നമുക്ക് വേണ്ടി എന്തെങ്കിലും പാര ചെയ്തിട്ടുണ്ടാകും. അതൊക്കെ മറന്നു കളയുക. അതൊക്കെ മറന്നു കളഞ്ഞ് അവനിക്കെന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ അവൻ്റെ ബുദ്ധിമുട്ട് കണ്ട് സന്തോഷിച്ച് ചിരിക്കാതെ അവനെ പോയി സഹായിക്കാനുള്ള മനസ്സ് മുഅ്മിനീങ്ങളായ നമുക്കുണ്ടാകണം. അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.